നന്ദനം എന്ന സിനിമയിലെ ബാലാമണിയും മനുവായിട്ടും മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ താരങ്ങളാണ് നവ്യ നായരും പൃഥ്വിരാജും. ആദ്യമായി പൃഥ്വി നായകനായി അഭിനയിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും നന്ദനത്തിനുണ്ടായിരുന്നു. ചിത്രത്തിലെ നവ്യ നായരുടെ പ്രകടനവും ഏറെ പ്രശംസകൾ നേടി. ഇന്നും കഥാപാത്രത്തിലൂടെയാണ് നടി അറിയപ്പെടാറുള്ളത്. നന്ദനത്തിലെ ഹിറ്റ് കോംബോ പിന്നീട് പല സിനിമകളിലും ഒന്നിച്ചിരുന്നു. എന്നാൽ ഇടയ്ക്ക് പല വിവാദങ്ങളും താരങ്ങൾക്ക് നേരിടേണ്ടി വന്നു. പൃഥ്വിരാജിന്റെ പേരിനൊപ്പമുണ്ടായ വിമർശനങ്ങളെക്കുറിച്ച് നവ്യ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വൈറൽ ആവുകയാണ് ഇപ്പോൾ. വർഷങ്ങൾക്ക് മുമ്പ് JB ജംഗ്ഷനിൽ സംസാരിച്ച നവ്യയുടെ വീഡിയോ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിഷയം ഇപ്പോൾ ചർച്ചയാകുകയാണ്. അന്ന് തന്നെ പൃഥ്വിരാജും ഞാനും ഭയങ്കര ഹോട്ടായി അഭിനയിച്ചു എന്ന് പറഞ്ഞാണ് വിവാദങ്ങൾ ഉണ്ടായത്. ഇന്ന് പറഞ്ഞതുപോലെ അന്നത് പറയാൻ ധൈര്യം കാണില്ല. കാരണം അതിനുള്ള ധൈര്യം അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിങ്ങനെ ആവും എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. ഇപ്പോഴും അതിൽ എന്തെങ്കിലും വൃത്തികേട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ആയത് എന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷേ നന്ദനം കഴിഞ്ഞു ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ആവാം അതിന് കാരണമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഹോട്ട് സീൻ ആണ്, ഇഴകിച്ചേർന്ന് അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ പ്രചരിപ്പിച്ചത്. ആ സമയത്ത് അമ്മയുടെ ചേച്ചിയുടെ മകളുടെ ഭർത്താവ് മരിച്ചിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 11 മാസമേ ആയിട്ടുള്ളൂ. ചേച്ചിക്ക് അന്ന് 9 മാസം ഗർഭിണിയായിരുന്നു. ആ സമയത്താണ് ചേട്ടൻ്റെ മരണം. സിനിമ വേഗം പൂർത്തിയാക്കേണ്ടത് കൊണ്ട് എന്നെ മാത്രം വിട്ടില്ല. ഞാനിവിടെ ഓരോ സീൻ കഴിയുമ്പോഴും ഇരുന്ന് കരയുകയായിരുന്നു. ആ സമയത്താണ് ഈ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചത്. സിനിമയിൽ കാണുന്ന ഓരോ ഫ്ലോ ഒരിക്കലും നേരിട്ട് ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാവില്ല. ചെറിയ ചെറിയ ഷോട്ടുകൾ കൂട്ടിച്ചേർത്താണ് അങ്ങനെയൊരു സീൻ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ആളുകൾക്ക് ഇത്രയധികം ഫീൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു അഭിനേത്രി എന്ന നിലയിൽ അഭിനയിച്ചു എന്നേയുള്ളൂ. പക്ഷേ ആളുകൾ എന്നെ മകളെ പോലെയാണ്, അനിയത്തിയെ പോലെയാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് അവർക്ക് അന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. എനിക്ക് നല്ല വിഷമം തോന്നിയിരുന്നു. അന്ന് ഞാൻ ഒരു മാഗസിന് അഭിമുഖം കൊടുക്കുമ്പോൾ അവർ ഒരുപാട് മാറ്റിയെന്ന് എഴുതിയത്. അതിനാണ് അങ്ങനെ മാറ്റിക്കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. ഇന്റർവ്യൂവിന് വന്നിട്ട് വളരെ കാര്യമായി എന്നോട് ഒന്നും ചോദിച്ചില്ല. പക്ഷേ എഴുതി വരുമ്പോൾ വേറെ ആംഗിൾ ആവും. അതുപോലെ വേറെയും ആളുകൾ ചെയ്യാറുണ്ട്. ഭദ്ര സംവിധാനം ചെയ്ത വെള്ളിത്തിരയിലെ സിനിമയെ കുറിച്ചായിരുന്നു നവ്യ നായർ പറഞ്ഞത്. നന്ദനത്തിന്റെ വിജയത്തിന് ശേഷം പൃഥ്വിരാജും നവ്യ നായരും നായിക നായകന്മാരായി അഭിനയിച്ച സിനിമയായിരുന്നു വെള്ളിത്തിര.